ഞാൻ ഡോക്ടർ രൂപശ്രീ. ഞാനൊരു ഡെന്റൽ സർജനാണ്. ആദ്യം തന്നെ ഇന്ന് ജൂലൈ 1 ഡോക്ടർ ദിനമായി ആചരിക്കുന്ന ദിവസം ലോകമെമ്പാടുമുള്ള എല്ലാ ഡോക്ടർമാർക്കും ഞാനെന്റെ ആശംസകൾ അറിയിക്കുന്നു. ആദ്യമായി തന്നെ ഇത്ര ചെറുപ്രായത്തിൽ, അതായത് ഞാനെന്റെ കരിയർ തുടങ്ങുന്നേ ഉള്ളൂ, അത്ര ചെറുപ്രായത്തിൽ ഇത്ര സീനിയർ സിറ്റിസൺ, ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്ര റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എത്ര വ്യക്തിത്വങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു പൊന്നാട് കിട്ടിയത് ഞാൻ വളരെയധികം എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ഒരു പ്രൊഫഷനിൽ എത്താൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യമായും എന്റെ അപ്പൂപ്പനും അമ്മയും എല്ലാം ചെയ്ത ഒരു ഹയറാർക്കി അല്ലെങ്കിൽ ആ ഒരു സേവനം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഞാൻ വളരെയധികം എന്റെ കുടുംബത്തോടും സമൂഹത്തോടും എല്ലാം കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഒരു ഡോക്ടറല്ല, ഒരു സാധാരണക്കാരന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും എമ്പതറ്റിക് ആയിരിക്കണം. എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു രോഗി, അതൊരു ചെറിയ പല്ലുവേദന ആയാലും വലിയ രോഗങ്ങളായാലും ആ മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന്, അയാളുടെ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ എമ്പതറ്റിക് ആവുള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ എമ്പതറ്റിക് ആയിരിക്കണം എന്നാണ് എനിക്ക് ഈ പ്രൊഫഷൻ തുടങ്ങിയപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആരോഗ്യമാണ് നമുക്ക് എക്കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത്, അതാണ് നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെപ്പോഴും ഞാനൊരു മഹാകവി ONV കുറുപ്പിന്റെ ഒരു കവിത വായിച്ചിട്ടുണ്ട്, ഉപ്പെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാണ്. അതെനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരികയാണ്. അതിൽ പറയുന്നുണ്ട്, ഒരു മുത്തശ്ശി മോനോട് പറയാണ്, മകനെ കഞ്ഞിയിൽ ഉപ്പ് ചേർത്ത് കുടിക്കും, ഉപ്പ് ചേർത്താലേ കഞ്ഞിക്ക് രുചി ഉണ്ടാവുകയുള്ളൂ. ഒരു നാൾ കഞ്ഞിയിൽ ഉപ്പ് അലിഞ്ഞു പോകും വിധം മുത്തശ്ശിയും ഈ മണ്ണിൽ അരിഞ്ഞു ചേരും, പക്ഷെ നിങ്ങളുടെ രുചിയായിരിക്കും എന്നും ഈ മുത്തശ്ശിയും. അതാണ്. അപ്പോൾ എന്നും ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ ഉപ്പായിരിക്കണം, രുചിയായിരിക്കണം. അത് ഡോക്ടറല്ല, അത് ഏത് ഇതായിരിക്കണമെങ്കിലും അതാണ് ഈ പ്രൊഫഷന്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് എനിക്ക് തോന്നുന്നത്.